ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ശിവാനന്ദ മഹാരാജ് എഴുതിയ ദിവ്യാനന്ദം. ബ്രഹ്മചര്യം ദിവ്യമായ വാക്കാണ്. യോഗയുടെ താൽപ്പര്യവും സാരവും ബ്രഹ്മചര്യമാണ്. നിങ്ങൾ ബ്രഹ്മം നേടുകയോ എത്തിച്ചേരുകയോ ചെയ്യാൻ സഹായിക്കുന്ന ആചാരമോ സ്വഭാവമോ ആണ് ബ്രഹ്മചര്യം. അത് പൂർണ്ണതയിലുള്ള ജീവിത വിജയമാണ്. ഈശ്വരനിലേക്ക് അല്ലെങ്കിൽ ആത്മാവിലേക്കുള്ള ചലനമാണത്. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമുള്ള ശുദ്ധതയാണ് ബ്രഹ്മചര്യം. അത് അവിവാഹിതാവസ്ഥയും ജിതേന്ദ്രിയത്വവുമാണ്. അവിവാഹിതനായിരിക്കുക എന്നത് മാത്രമല്ല ബ്രഹ്മചര്യം. ലൈംഗിക ബന്ധത്തിൽ നിന്ന് കർശനമായി സംയമനം പാലിക്കുക എന്നത് മാത്രമല്ല ബ്രഹ്മചര്യം. അനുരാഗജന്യമായ പ്രകടനം സ്വയം ചെയ്യുക, സ്വയംഭോഗം, സ്വവർഗാനുരാഗം, ധർമ്മവിരുദ്ധമായ എല്ലാ ലൈംഗിക പ്രവർത്തികൾ മുതലായവയെല്ലാം ഉപേക്ഷിക്കണം. ലൈംഗിക വിഷയങ്ങളെക്കുറിച്ച് ഭാവനയിൽ കാണുന്നതും ഇന്ദ്രിയ സുഖത്തെക്കുറിച്ച് മനോരാജ്യം കാണുന്നതും ശാശ്വതമായി വർജിക്കണം. പരിമിതമായ അർത്ഥത്തിൽ അവിവാഹിതനായിരിക്കുക എന്നതാണ് ബ്രഹ്മചര്യം. വിശാലമായ അർത്ഥത്തിൽ ഇത് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും സമ്പൂർണ്ണ നിയന്ത്രണമാണ്. നിർവ്വാണത്തിൻ്റെ അല്ലെങ്കിൽ പൂർണ്ണതയുടെ വാതിൽ പൂർണ്ണ ബ്രഹ്മചര്യമാണ്. ഒരു ബൾബിന് വിദ്യുച്ഛക്തി ഏത് വിധമാണോ അതുപോലെയാണ് യോഗിക്ക് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യമില്ലാതെ ആത്മീയ പുരോഗതി സാധ്യമല്ല. സ്വരാക്ഷരങ്ങളില്ലാതെ ഒരു ഭാഷയും ഉണ്ടാകില്ല. ക്യാൻവാസില്ലാതെ നിങ്ങൾക്ക് ഒരു ചിത്രം വരയ്ക്കാൻ കഴിയില്ല. ബ്രഹ്മചര്യമില്ലാതെ നിങ്ങൾക്ക് ആരോഗ്യവും ആത്മീയ ജീവിതവും നയിക്കാനാവില്ല. ഒരു സ്ത്രീയെയോ ഒരു കടലാസ് കഷ്ണത്തെയോ ഒരു മരത്തടിയെയോ ഒരു കഷ്ണം കല്ലിനെയോ തൊടുമ്പോൾ ഒരു യഥാർത്ഥ ബ്രഹ്മചാരിക്ക് ഒരു വ്യത്യാസവും അനുഭവപ്പെടില്ല. ഒരു യഥാർത്ഥ ബ്രഹ്മചാരിക്ക് മാത്രമേ ഭക്തി വളർത്താൻ കഴിയൂ. യഥാർത്ഥമായ ഒരു ബ്രഹ്മചാരിക്ക് മാത്രമേ യോഗ പരിശീലനത്തിനും ജ്ഞാനം ആർജിക്കാനും കഴിയുകയുള്ളൂ. ബ്രഹ്മചര്യം പുരുഷനും സ്ത്രീക്കും ബാധകമാണ്. ഭീഷ്മർ, ഹനുമാൻ, ലക്ഷ്മണൻ, മീരാബായി, സുലഭ, ഗാർഗി എന്നിവരെല്ലാം ബ്രഹ്മചാരികളായിരുന്നു. സുപ്രധാന ഊർജം. ആയുർവേദം മുഴുവൻ പഠിച്ചു കഴിഞ്ഞതിനു ശേഷം ധന്വന്തരിയുടെ ഒരു ശിഷ്യൻ അദ്ദേഹത്തെ സമീപിച്ച് ചോദിച്ചു, ഭഗവൻ, ദയവ് ചെയ്ത് ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇപ്പോൾ എന്നെ അറിയിക്കൂ. ധന്വന്തരി മറുപടി പറഞ്ഞു, ബീജസംബന്ധമായ ഊർജം ആത്മാവ് തന്നെയാണ്. ആരോഗ്യത്തിൻ്റെ രഹസ്യം ഈ സുപ്രധാന ശക്തിയെ സംരക്ഷിക്കുന്നതിലാണ്. ഈ ഊർജം പാഴാക്കുന്നവന് ശാരീരികമായും മാനസികമായും ധാർമ്മികമായും ആത്മീയമായും ഉയർച്ച ഉണ്ടാകില്ല. ചലിക്കുന്ന ദൈവമാണ് വീര്യം. വീര്യം ചലനാത്മക ഇച്ഛാശക്തിയാണ്. വീര്യം ആത്മശക്തിയാണ്. വീര്യം ജീവിതത്തിൻ്റെയും ചിന്തയുടെയും ബുദ്ധിയുടെയും ആത്മാവിൻ്റെയും സത്തയാണ്. നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കുന്ന സുപ്രധാന ശക്തി ഊർജം നിങ്ങളുടെ പ്രാണനും ദീപ്തിമത്തായ നിങ്ങളുടെ കണ്ണുകളിലെ പ്രകാശവും തിളങ്ങുന്ന കവിളുകളിലെ കിരണവും ആയ സുപ്രധാന ഊർജം ഏറ്റവും വലിയ നിധിയാണ്. അത് രക്തത്തിൻ്റെ സത്തയാണ്. ആഹാരത്തിൽ നിന്ന് ദഹനത്തിന് സഹായകമായ രസമുണ്ടാകുന്നു. രസത്തിൽ നിന്ന് രക്തവും, രക്തത്തിൽ നിന്ന് മാംസവും, മാംസത്തിൽ നിന്ന് കൊഴുപ്പും, കൊഴുപ്പിൽ നിന്ന് മജ്ജയും, മജ്ജയിൽ നിന്ന് ശുക്ലവും ഉണ്ടാകുന്നു. ശുക്ലം അവസാനത്തെ സത്താണ്. അത് സത്തുക്കളുടെ സത്താണ്. പഞ്ചസാര കരിമ്പിൽ വ്യാപിച്ചിരിക്കുന്നത് പോലെ, വെണ്ണ പാലിലുള്ളതുപോലെ ശുക്ലം ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അത് സൂക്ഷ്മരൂപത്തിൽ ശരീരമാസകലം സ്ഥിതി ചെയ്യുന്നു. ലൈംഗിക ഇച്ഛാശക്തിയുടെയും ലൈംഗിക ഉത്തേജനത്തിൻ്റെയും സ്വാധീനത്താൽ അത് വലിച്ചെടുത്ത് ലൈംഗികാവയവത്തിൽ സ്ഥൂല രൂപത്തിൽ വളരെ ശ്രദ്ധയോടെ ശേഖരിക്കുന്നു. ലൈംഗിക ഉത്തേജനവും അതിൻ്റെ ദുഷിച്ച അനന്തര ഫലങ്ങളും. ഒരു മനുഷ്യൻ രാഗം ഹേതുവായി ഉത്തേജിതനാകുമ്പോൾ പ്രാണൻ ചലിക്കുന്നു. പ്രാണൻ ആന്തരിക സ്രവത്തെ അല്ലെങ്കിൽ ശുക്ലത്തെ ചലിപ്പിക്കുന്നു. ശുക്ലം ചലിക്കുന്നു. മേഘങ്ങളിൽ വീഴുന്ന മഴവെള്ളം പോലെ കാറ്റടിക്കുമ്പോൾ മരത്തിൽ നിന്ന് ഇലകളും പൂക്കളും പഴങ്ങളും വീഴുന്നത് പോലെ ശുക്ലം താഴേക്ക് വീഴുന്നു. വീര്യം നഷ്ടപ്പെട്ടാൽ പ്രാണൻ അസ്ഥിരമാകുന്നു. പ്രാണൻ പ്രക്ഷുബ്ധമാകുന്നു. മനുഷ്യൻ ബലഹീനനാകുന്നു. മനസ്സ് പ്രവർത്തനരഹിതമാകുന്നു. മനുഷ്യൻ ചഞ്ചലചിത്തനാകുന്നു. മനസ്സ് അശക്തമാകുന്നു. ഓർമ്മക്കുറവ്, അകാല വാർദ്ധക്യം, ബലഹീനത, പല വിധത്തിലുള്ള നേത്രരോഗങ്ങൾ, വിവിധ നാഡീരോഗങ്ങൾ എന്നിവ
ശുക്ലം അധികം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. വീര്യം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും അത് ഈ ജീവിതകാലത്ത് വീണ്ടെടുക്കാൻ സാധിക്കില്ല. ബദാം, ഞരമ്പ് ബലപ്പെടുത്താനുള്ള ആരോഗ്യവർദ്ധകങ്ങളായ സാധനങ്ങൾ, പാൽ, പാൽപ്പാട, പാൽക്കട്ടി, ചവനപ്രാശം, മകരധ്വജം എന്നിവ എത്ര കഴിച്ചാലും പ്രയോജനം ഉണ്ടാകില്ല. ലൈംഗിക വൃത്തിയിൽ ആസക്തി ഉണ്ടായാൽ അത് സ്ത്രീയുടെ ശരീരപ്രകൃതിയെ ക്ഷീണിപ്പിക്കുകയും പുരുഷനെപ്പോലെ ചൈതന്യത്തെ ബാധിക്കുകയും ചെയ്യുന്നു. നാഡികൾക്കുണ്ടാകുന്ന ക്ഷീണം വളരെ അധികമാണ്. അവരുടെ ശാരീരിക പ്രകൃതി വളരെ മൃദുലമായതുകൊണ്ടും വികാര തീവ്രത അധികമായതുകൊണ്ടും സ്ത്രീകളെ ഇത് പുരുഷന്മാരെക്കാൾ കൂടുതൽ ബാധിക്കുന്നു. ബ്രഹ്മചര്യത്തിൻ്റെ ആവശ്യം. പലവിധ മാർഗങ്ങളിൽ കൂടി കഷ്ടപ്പെട്ട് നേടിയ ശക്തി ദിവസേന നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആരോഗ്യവും ബലവും പ്രതീക്ഷിക്കാൻ കഴിയും? പുരുഷന്മാരും സ്ത്രീകളും പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് ബ്രഹ്മചര്യമോ അവിവാഹിത ജീവിത വ്രതമോ പിന്തുടരുന്നില്ലെങ്കിൽ ആരോഗ്യമോ ദൃഢശരീരമോ ഉണ്ടാകുക അസാധ്യമാണ്. ശുദ്ധവായു, ശുദ്ധജലം, ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ആഹാരം, ശാരീരിക വ്യായാമം, വീടിന് പുറത്തുള്ള ടെന്നീസ് പോലെയുള്ള കളികൾ എന്നിവയെല്ലാം നല്ല ആരോഗ്യവും ബലവും ഉയർന്ന നിലവാരവുമുള്ള ഊർജ്ജസ്വലതയും ചൈതന്യവും ലഭിക്കാൻ സഹായിക്കുന്നു. ആരോഗ്യവും ശക്തിയും ലഭിക്കാൻ വളരെയധികം മാർഗങ്ങളുണ്ട്. ഈ വഴികളെല്ലാം സംശയ ലേശമന്യേ അനിവാര്യമാണ്. പക്ഷേ ഏറ്റവും പ്രധാനം ബ്രഹ്മചര്യമാണ്. യഥാർത്ഥ പുരുഷത്വം നിലനിർത്തുന്ന ഒരേ ഒരു സവിശേഷതയാണിത്. ബ്രഹ്മചര്യം ആചരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ. പാശ്ചാത്യ മനഃശാസ്ത്രജ്ഞന്മാർ തെറ്റായി ആരോപിച്ചതുപോലെ വിവിധ വൈകാരിക പ്രശ്നങ്ങൾ പോലുള്ള ആഗ്രഹിക്കാത്ത ഫലങ്ങളോ രോഗങ്ങളോ ആപത്തോ ബ്രഹ്മചര്യാനുഷ്ഠാനം മൂലം ഉണ്ടാകില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് പ്രായോഗിക ജ്ഞാനം ഇല്ല. അതൃപ്തമായ ലൈംഗിക ശക്തി പലവിധ വൈകാരിക പ്രശ്നങ്ങളായി സ്പർശനഭയം രൂപം പ്രാപിക്കുമെന്ന് അവർക്ക് തെറ്റായ സങ്കല്പമുണ്ട്. ആ സങ്കീർണത വേറെ പല കാരണങ്ങൾ കൊണ്ട് വരുന്നതാണ്. പലവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന അത്യധികമായ അസൂയ, വെറുപ്പ്, കോപം, ആധി, വിഷാദം മുതലായവ കൊണ്ട് അസ്വസ്ഥമായ ഒരു മനസ്സിൻ്റെ സ്ഥിതി വിശേഷമാണിത്. നേരെ മറിച്ച് ചെറിയ തോതിലുള്ള സംയമനം അല്ലെങ്കിൽ അല്പം ഇന്ദ്രിയ നിഗ്രഹം പരിശീലിക്കുകയാണെങ്കിൽ അത് സ്വയം പുരോഗമനത്തിനുള്ള മാതൃകയാണ്. അത് മനസ്സിന് ആന്തരിക ശക്തിയും ശാന്തിയും നൽകുന്നു. അത് മനസ്സിനും നാഡികൾക്കും ശക്തി നൽകുന്നു. അത് ശാരീരികവും മാനസികവുമായ ശക്തിയെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. അത് ഓർമ്മശക്തിയെയും ഇച്ഛാശക്തിയെയും ബുദ്ധിശക്തിയെയും വർദ്ധിപ്പിക്കുന്നു. അത്യധികമായ ബലവും ഊർജ്ജസ്വലതയും ഓജസ്സും അത് നൽകുന്നു. ശരീരപ്രകൃതിയെ നവീകരിക്കുകയും ശരീരകോശങ്ങളെയും സംയുക്ത കോശങ്ങളെയും പുതിയതായി നിർമ്മിക്കുകയും ദഹനം വർദ്ധിപ്പിക്കുകയും ജീവിതായോധനത്തിൽ ദിവസേന ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി നൽകുകയും ചെയ്യുന്നു. ലൈംഗിക ശക്തിയുടെ മേൽ ശരിയായ നിയന്ത്രണം ഉള്ള ഒരാൾക്ക് മറ്റ് മാർഗങ്ങളിലൂടെ നേടാൻ കഴിയുന്നതിനേക്കാൾ ശക്തി ലഭിക്കുന്നു. ഗൃഹസ്ഥാശ്രമി ആണെങ്കിലും അയാൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയും സന്താനോൽപാദനത്തിന് വേണ്ടി മാത്രം ബന്ധപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ആരോഗ്യമുള്ള, ബലമുള്ള, സൗന്ദര്യമുള്ള, ത്യാഗികളായ കുട്ടികളെ ജനിപ്പിക്കാൻ കഴിയും. പുരാതന ഭാരതത്തിലെ ഋഷീശ്വരന്മാരും രക്ഷിതാക്കളും ഏറ്റവും മഹത്തായ ഈ മാർഗത്തിലൂടെ വളരെ ശ്രദ്ധയോടെ പ്രജനനം നടത്തുകയും എങ്ങനെ ഗൃഹസ്ഥന്മാർക്ക് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ സാധിക്കുമെന്ന് അവരുടെ ജീവിതത്തിലൂടെ തന്നെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു.